പൊട്ടില്ല, ഇതെല്ലാം പാടിപ്പോകും. വൃക്കാകണ്ട് കുഞ്ഞിന് വണ്ടിയാ പോകാം. ഈ അടുത്തത് വന്നേ. നല്ലാണോ? നല്ല കുഞ്ഞ്. ഇച്ചിരി മീൻ മാറിക്കൊണ്ട് വരാമേ, എളുപ്പം വരാം. രണ്ടും കൂടെ പറയണം. ആദ്യത്തെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് കറി വെക്കാൻ പോകുന്നത് ചെമ്മീൻ തീയലാണ്. അപ്പം വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ബെൽ ബട്ടണും കൂടെ അമർത്തിയാലേ എല്ലാവർക്കും നോട്ടിഫിക്കേഷനായിട്ട് പുതിയ പുതിയ വീഡിയോ കാണാൻ പറ്റത്തുള്ളൂ. അപ്പം അമ്മ ഇന്ന് ചെമ്മീൻ തീയലാണ് വെക്കാൻ പോകുന്നത്. അപ്പം അതെങ്ങനെയാണ് വെക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഉണ്ടോ? കുറച്ചുണ്ടല്ലോ. കുഞ്ഞ് നേരത്തെ ഒക്കെ ഉണ്ടല്ലോ. ഈ മുൻവശത്തെ പഴയ ഈ കണ്ടം പറ്റുമ്പോഴത്തേക്ക് ഞങ്ങൾ ചെന്ന് മോട്ടർ വെച്ച് പറ്റിക്കുമ്പോഴത്തേക്ക് ഞങ്ങൾ മീൻ പിടിക്കാനായിട്ട് പോയി. എൻ്റെ ദൈവം ചെമ്മീനും കരിമീനും ഒക്കെയാണെന്നറിയോ പിടിക്കുന്നത്. ഇപ്പം അങ്ങനെ ഒരു സാധനം കാണാനില്ല. ഇപ്പോൾ കായലിലൊക്കെ ഇരുട്ടാണ്. അന്നൊന്നും ഒരു മടിയില്ലാതെ വെള്ളത്തോട്ടങ്ങ് ചാടി വെക്കും. ചെമ്മീൻ കറി വെക്കാൻ തേങ്ങ വറുത്തരച്ചാണ് വെക്കുന്നത്. അതിന് 2 കരിയാപ്പലയും ശകല ഉള്ളി മുടിട്ടാണ് വറക്കുന്നത്. തേങ്ങ വറക്കുന്നത്. അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചത് ചെമ്മീനാണ്. ഇതിന് ചേർക്കാനുള്ള പൊടികളൊക്കെയാണിത്. ഉപ്പ്, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഇഞ്ചി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, തേങ്ങാക്കൊത്ത്, ഉള്ളി അരിഞ്ഞെടുത്തത്, തേങ്ങ വറുത്തത്, പച്ചമുളക്, കറിവേപ്പില. ഇത്ര ഐറ്റങ്ങളാണ് ഇതിൽ ചേർക്കുന്നത്. ഇനി ഇതെല്ലാം തയ്യാറാക്കാം. അടുപ്പ് കത്തിച്ചു, ചട്ടിയൊന്ന് ചൂടാകട്ടെ. ഇതാണ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇച്ചിരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. മസാലപ്പൊടി, മല്ലിപ്പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി കൂടെ, ശകലം കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി,
ഉള്ളി ഇട്ട് കൊടുക്കുകയാണ്. പച്ചമുളക് ഒരു തന്നെ ഇളക്കി വാടണം. തേങ്ങാക്കൊത്തിട്ട് കൊടുക്കുകയാണ്. ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. കുടമ്പുളി ഇട്ട് കൊടുക്കാം. പിന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇതെല്ലാം പെട്ടെന്ന് എടുക്കാവുന്ന ഒരാഴ്ചയാണ് ചെമ്മീൻ. ഒന്ന് മൂടി കൊടുക്കാം. അരപ്പ് തിളച്ച് നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് ഇളക്കി വേകട്ടെ. ചെമ്മീൻ ഒന്ന് ചതച്ച് വറക്കാനാണ്. ചെമ്മീൻ വറക്കാൻ പോവാണ്. അതിന് ഞാൻ മുളക് പൊടി എടുത്ത് ഇച്ചിരിയേറെ കുരുമുളക് പൊടി ഇടുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ അരച്ചതാണിത്. ശകലം ഇത് ഇട്ടരട്ടാം. അരച്ച് വരട്ടിയൊക്കെ ബാക്കി ചതച്ച് അരച്ച് വരട്ടി വെക്കണം. നല്ല ടേസ്റ്റാണ്. വെളുത്തുള്ളി കൊണ്ട് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ അരച്ചതും മുളക് പൊടി മസാലപ്പൊടി ഇതെല്ലാം കൂടെ കുരുമുളക് പൊടി ഏറെ ചേർത്താൽ നല്ല ടേസ്റ്റായിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇങ്ങനെ നല്ല ടേസ്റ്റാണ് ചെമ്മീൻ ഇങ്ങനെ ചതച്ച് വറുത്താൽ. ഈ കറി എന്തോന്ന് നോക്കാം. നല്ല കാര്യത്തിലേക്ക് നമുക്ക് താത്ത് വെക്കാം. താത്ത് വെക്കുമ്പോൾ വേപ്പില ഒഴിച്ച് വേണം താത്ത് വെക്കാം. ഇത് നമുക്ക് ഇങ്ങോട്ട് വാങ്ങി വെക്കാം. ചെമ്മീൻ വറക്കാം. ഒഴിച്ച് കൊടുക്കാം. ചെമ്മീൻ ഇട്ട് കൊടുക്കുകയാണ്. ഇടാൻ പോവുകയാണ്. പൂവപ്പൊടി പൂവ കുത്തിക്കൊണ്ട് വന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ചിരണ്ടി വെള്ളത്തിലിട്ട് നല്ലോണം കഴുകി എടുത്ത് ഉരച്ച് ബക്കറ്റിനകത്ത് ഇങ്ങനെ വെച്ചിട്ട് പിഴിഞ്ഞിട്ട് ഒരു നല്ല തോർത്ത് കെട്ടി അതിനകത്തോട്ട് ഒഴിച്ച് അതിനെ 100 പിശിൽ ദൂരെ കളയും. അങ്ങനെ എടുക്കുന്നതാണ് പൂവപ്പൊടി. ഇതൊരു ഔഷധമാണ്. ഇത് വയറ്റിളക്കം, വയറുവേദന, വയറുവേദന, ഇത് എന്തിനും ചൂടിൻ്റെ അസുഖത്തിന് പെൺപിള്ളേർക്കൊക്കെ ഇത് എല്ലാവരും ഓടി എനിക്ക് പൂവപ്പൊടി വേണം, ഇച്ചിരി പൂവപ്പൊടി വേണം.
എല്ലാവരും ഓടി വരും. ഞാൻ ഇച്ചിരി എല്ലാവർക്കും കൊടുക്കും, വിലയ്ക്കും കൊടുക്കും. ഇതൊരു അഭിഷേകമായിരിക്കും. റെഡിയായി ഓരിയിടുകയാണ്. കഴിക്കാം. കുഞ്ഞു വേണോ? വേണോ? അപ്പം വേണോ? കൊച്ചി വേണോ? നല്ല കൂട്ടാണ്. എല്ലാം നല്ല തേടി വെച്ച ഒരുപാട് വറുത്ത് സൂപ്പറായിട്ടുണ്ട്. നീ ചതച്ച് വറുത്തോണ്ടാണ് അത്ര നന്നായത്. ചെമ്മീൻ ചതച്ച് വറക്കുമ്പോൾ എല്ലാം ഒരുപോലെ അല്ലെങ്കിൽ എരിവ് മുളകും കുരുമുളകും എല്ലാം ഒരുപോലെ പിടിക്കും. അതിനാണ് ചതച്ച് വറുത്തത്. അല്ല വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയുള്ള വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ അത് ബെൽ ബട്ടണും കൂടെ അമർത്തണം. അത് എല്ലാവർക്കും വീഡിയോ ഒക്കെ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പിന്നെ ഈ കറി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ അമ്മയും കൂടെ വരുന്നതായിരിക്കും. അപ്പോൾ ബൈ.